ഹിജാബിന്റെ പേരിൽ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കാത്തതിൽ ആശ്വസിക്കാം. യൂണിഫോം നിശ്ചയിക്കാനുള്ള അവകാശത്തിൽ ഉറച്ചുനിന്ന സെന്റ് റീത്ത സ്കൂളിന്റെ നിലപാടും പ്രശ്നം വഷളാക്കാൻ താല്പര്യമില്ലെന്ന വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ നിശ്ചയദാർഢ്യവും അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. സ്കൂൾ മാനേജ്മെന്റുകൾക്ക് വിദ്യാർത്ഥികളുടെ യൂണിഫോം തീരുമാനിക്കാമെന്ന് ഹിജാബ് വിഷയത്തിൽ തന്നെ കോടതികൾ വിധിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾ ലംഘിച്ചെന്ന സ്ഥാപിത താല്പര്യക്കാരുടെ ദുർവ്യാഖ്യാനങ്ങൾ പലരും അറിഞ്ഞോ അറിയാതെയോ ഏറ്റെടുത്തു. ഭാവിയില്ലെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മതരാഷ്ട്രീയ മുതലെടുപ്പിന്റെ വേദിയാക്കരുത്. ഹിജാബ് വിഷയത്തിൽ മുൻ കോടതി വിധികളെ കണക്കിലെടുത്തും മതേതരത്വത്തെയും മതസൗഹാർദ്ദത്തെയും ഓർമ്മിപ്പിച്ചുമുള്ള ഹൈക്കോടതി വിധി എല്ലാ സ്ഥാപിത താല്പര്യങ്ങളെയും നിഷ്പ്രഭമാക്കുന്നതായി. ഹിജാബ് വിഷയത്തിൽ കോടതി വാദം കേട്ടു. വിദ്യാർത്ഥിനിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചെന്ന് രക്ഷിതാക്കൾ അറിയിച്ചതിനാൽ ഹർജിയിലെ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. വിഷയം വഷളാക്കരുതെന്നാണ് താല്പര്യമെന്ന് സർക്കാരും പറഞ്ഞിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ സാഹോദര്യം ശക്തമായി നിലനിൽക്കുന്നുവെന്നതും ഈ കോടതി ശ്രദ്ധിക്കുന്നു. ഇതോടെ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിക്കുകയാണ്. ബന്ധപ്പെട്ടവർക്കെല്ലാം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ കോടതിയിൽ അവസരം ലഭിച്ചു. തീവ്രവാദ സംഘടനകളാണ് വിഷയം ആളിക്കത്തിച്ചതെന്നും അത്തരം ആളുകൾക്കൊപ്പമാണ് രക്ഷിതാവ് സ്കൂളിൽ എത്തിയതെന്നും വാദിച്ച സ്കൂൾ ഇത്തരം ഇടപെടലുകൾക്ക് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായ SDPI ആണ് നേതൃത്വം നൽകിയതെന്നും വ്യക്തമാക്കി. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രമ്യമായി പരിഹരിച്ച വിഷയം വിദ്യാഭ്യാസ മന്ത്രി വഷളാക്കിയെന്നും സെന്റ് റീത്ത സ്കൂളിനു വേണ്ടി ഹാജരായ വക്കീൽ ആരോപിച്ചു. പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തി, രാഷ്ട്രീയ ഇടപെടലുണ്ടായി. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും വിദ്യാർത്ഥിനിയുടെ പിതാവിനെ ഫോൺ വിളിച്ചു. രക്ഷിതാവിന്റെ ഫോൺ കോളുകൾ പരിശോധിക്കണം. പല രാജ്യങ്ങളിലും ഹിജാബ് നിരോധിച്ചതാണ് വക്കീൽ ചൂണ്ടിക്കാട്ടി. ലത്തീൻ കത്തോലിക്ക മാനേജ്മെന്റ് രാജ്യത്ത് നിരവധി സ്കൂളുകൾ നടത്തുന്നുണ്ടെങ്കിലും ഇവിടെ മാത്രമാണ് പ്രശ്നമെന്ന് വിദ്യാർത്ഥിനിയുടെ അഭിഭാഷകനും പറഞ്ഞു. മകളുടെ ഭാവിയും തുടർ പഠനവും ഉദ്ദേശിച്ച് സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാനും മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാനുമാണ് തീരുമാനമെന്ന വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ നിലപാട് പ്രശ്നപരിഹാരത്തെ ത്വരിതപ്പെടുത്തി. കത്തോലിക്ക സ്കൂളിൽ പഠിച്ച തനിക്ക് അവരുടെ പ്രവർത്തന രീതിയും സിസ്റ്റേഴ്സിനെയും അറിയാമെന്നും ജഡ്ജി വ്യക്തമാക്കി. സ്കൂളിന്റെ നൈയാമിക അവകാശങ്ങളിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ മതമൗലികവാദങ്ങളിൽ നിന്നും വിഷയത്തിൽ അജ്ഞരായ വികാര ജീവികളിൽ നിന്നും അപമാനം സഹിക്കേണ്ടി വന്ന സ്കൂൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനും ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതായി ജഡ്ജിയുടെ നിരീക്ഷണവും വിധിയും. ലോകോത്തരമായ ഒരു ജനാധിപത്യ മതേതര ഭരണഘടന നമുക്കുണ്ട്. വിവാദങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ കോടതികളുമുണ്ട്. വിദ്യാർത്ഥികളുടെ യൂണിഫോമിനെ കുറിച്ച് പറയുമ്പോൾ കന്യാസ്ത്രീക്ക് തലമുണ്ട് ധരിക്കാമെങ്കിൽ വിദ്യാർത്ഥിനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നൊക്കെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന താരതമ്യങ്ങൾ ഉയർന്നിരുന്നു. അധ്യാപകർക്കും യൂണിഫോം നിർബന്ധമാക്കുകയും എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ശൈലികൾ അനുവദിക്കുന്ന എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് നിരോധിക്കുകയും ചെയ്യുന്ന കാലത്ത് നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. ഹിജാബിൽ വരാനിരിക്കുന്ന സുപ്രീം കോടതി വിധിയും നാം അംഗീകരിക്കും. ഹിജാബ് സംഭവം സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പമോ അതിലേറെയോ നേട്ടങ്ങൾ കൈവരിക്കുന്ന പരിഷ്കൃത കാലത്ത് ആത്മപരിശോധനകൾക്ക് വഴിതെളിക്കണം. മെഹ്സ അമിനി എന്ന യുവതിയെ ഹിജാബിന് പുറത്ത് മുടി കണ്ടെന്ന് പറഞ്ഞ് തടവിലിട്ട് കൊല്ലുകയും അതിന്റെ പേരിൽ സമരത്തിനിറങ്ങിയ നൂറുകണക്കിന് പെൺകുട്ടികളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്ത ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമനയുടെ മുതിർന്ന ഉപദേഷ്ടാവായ അലി ഷംഖാനിയുടെ മകൾ പാശ്ചാത്യ ശൈലിയിലുള്ള സ്ട്രാപ്ലെസ് വിവാഹവേഷത്തിൽ നിൽക്കുന്ന ഫോട്ടോയും വാർത്തയും പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇവിടെ ഹിജാബ് വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരുഷന്മാർക്കൊപ്പം വിദ്യാർത്ഥിനിയെ ഒരു വേദിയിൽ കയറാൻ അനുവദിക്കാത്ത, ആൺകുട്ടികളെ പോലെ സൗകര്യപ്രദമായ പാൻസ് ധരിക്കാൻ അനുവദിക്കാത്ത, അധ്യാപകരുടെ മേൽനോട്ടത്തിൽ പോലും ഒരു കായിക നൃത്തത്തിന് അനുവദിക്കാത്ത, പുരുഷാധിപത്യം സ്കൂൾ കുട്ടികളെ ഹിജാബ് ധരിപ്പിച്ചില്ലെങ്കിൽ ഭരണഘടനാ ലംഘനമാണെന്ന് തർക്കിക്കുന്നതിൽ അതിശയമില്ല. അതാണ് അവരുടെ മതവീക്ഷണം. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, ആദ്യം പറഞ്ഞ 3 സംഭവങ്ങളിലും വായ തുറക്കാത്തവരും ഹിജാബ് വിഷയത്തിൽ ധാർമ്മിക രോക്ഷം കൊണ്ടു. എന്ത് സ്ത്രീ പുരുഷ തുല്യതയും നവോത്ഥാനവുമാണ് ഇവരൊക്കെ കൊണ്ടുവരാനിരിക്കുന്നത്? ഇനിയെങ്കിലും ഹിജാബ് ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്കൂളിലെ യൂണിഫോം കോഡ് അറിഞ്ഞതിന് ശേഷം മാത്രം ചേരുക. ഹിജാബ് ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാകണമെന്നില്ല എല്ലാവരും. അത്തരം ചിലരും സെന്റ് റീത്താസിൽ ചേർന്നിട്ടുണ്ടാകാം. അവർക്കും അവസരമുണ്ടാകട്ടെ. ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ നാളെ സഭയുടെ കീഴിലുള്ള മറ്റൊരു സ്കൂളിൽ എത്തുമ്പോൾ ഹിജാബ് അനുവദനീയമാണെങ്കിൽ അവിടുത്തെ യൂണിഫോം നിബന്ധനകൾക്ക് വേണ്ടി നിലകൊള്ളും. എല്ലാവരെയും ചേർത്ത് നിർത്താൻ ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത സഭാസ്ഥാപനങ്ങളുടെ അത്തരം അച്ചടക്ക നടപടികൾ വിദ്യാഭ്യാസ നിലവാരത്തെ ഉയർത്തിയിട്ടേ ഉള്ളൂ. അച്ചടക്കം സ്നേഹ സാഹോദര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് ലക്ഷ്യം വേറെയാണ്. മതനിന്ദയ്ക്കും സൈബർ ആക്രമണങ്ങൾക്കും വ്യക്തിഹത്യയ്ക്കും ഇരയായിട്ടും നിലപാടിൽ ഉറച്ചുനിന്ന കന്യാസ്ത്രീയായ പ്രിൻസിപ്പലും മതസംഘടനയുടെയോ രാഷ്ട്രീയക്കാരുടെയോ സ്ഥാപിത താല്പര്യത്തിന് വഴങ്ങാതെ പൊതു നന്മയ്ക്കായി നിലകൊണ്ട വിദ്യാർത്ഥിനിയുടെ പിതാവും അഭിനന്ദനമർഹിക്കുന്നു. ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത ആ വിദ്യാർത്ഥിനി ആത്മവിശ്വാസത്തോടെ വിജയത്തിന്റെ പുതിയ പടവുകൾ കയറട്ടെ. വെള്ളം കലക്കിയവരും അതിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയവരും സ്ഥലം വിടട്ടെ.